السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد. ആദരണീയരായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ, സയ്യിദ് അലി ബാഫഖി തങ്ങളടക്കമുള്ള നമ്മുടെ പ്രാമാണിക നേതൃത്വമായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, സ്നേഹം നിറഞ്ഞ മുതഅല്ലിമീങ്ങൾ, സുഹൃത്തുക്കൾ, ഇപ്പോൾ ഒരു നീണ്ട പ്രസംഗത്തിൻ്റെ സമയമല്ല. ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ വേർപാടിന് ശേഷം ഈ ഉള്ളാളം മഹല്ലുകളിൽ ഖാദിയായി ബഹുമാനപ്പെട്ടവരുടെ ജീവിതകാലത്ത് തന്നെ നിശ്ചയിച്ചതുപോലെ ഖുറത്തു സാദാത്ത് തങ്ങളവറുകൾ ഖാദിയായി തുടരുകയും തങ്ങളവറുകളുടെ പെട്ടെന്നുള്ള വേർപാടിന് ശേഷം അൽഹംദുലില്ലാ ഈ ഉള്ളാൾ ദർഗയും ഉള്ളാൾ പ്രദേശവും അർഹിക്കുന്ന വിധത്തിലുള്ള ഒരു ഖാദിയായി മഹാനായ ഉസ്താദ് അവറുകളെ ഇവിടെയുള്ള ജനങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിനോടനുബന്ധിച്ച് ബാംഗ്ലൂരിലും അതുപോലെ കർണാടകയിലെ പല സ്ഥലങ്ങളിലും ഉസ്താദ് അവറുകളെ ഖാദിയായി അവരോധിക്കുകയും ചെയ്തതാണ് നാം അനുഭവിക്കുന്നത്. അല്ലാഹു തആല ഉസ്താദ് അവറുകൾക്ക് ദീർഘകാലം ആഫിയത്തോടെ ഇസ്തിഖാമത്തോടെ ഈ മഹല്ലുകൾക്കെല്ലാം ആവശ്യമായ മുഴുവൻ നേതൃത്വം നൽകാനുള്ള എല്ലാ തൗഫീഖും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുകളടക്കമുള്ള മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഖാദി എന്ന് പറയുന്നത് പല വിഷയങ്ങളിലും തീരുമാനം പറയാനും നിർദ്ദേശിക്കാനും തീരുമാനിക്കാനുമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാളെ നിശ്ചയിക്കുമ്പോൾ, അവരോധിക്കുമ്പോൾ അർഹതപ്പെട്ട ആളുകളെ നിശ്ചയിക്കുക എന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് മതസ്സാഅ, ഖിയാമത്ത് നാൾ എപ്പോഴാണ് എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അതിനെ സംബന്ധിച്ച് മറുപടി പറയാനുള്ള സാഹചര്യം അല്ല. പിന്നീട് ചോദ്യകർത്താവിനെ അന്വേഷിച്ച് മറുപടി പറഞ്ഞു കൊടുത്തു. ഇദാ വുസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിരി സാഅ. അർഹതയില്ലാത്ത ആളുകളെ, ദീൻ കാര്യങ്ങൾ, അങ്ങനെ ഓരോ വിഷയങ്ങളും അർഹതയില്ലാത്ത ആളുകളെ ഏൽപ്പിക്കപ്പെടുമ്പോൾ ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. അർഹതയുള്ളവർ ഓരോ സ്ഥാനത്തും ഇരിക്കുമ്പോൾ അതിനാലുണ്ടാകുന്ന ഗുണഫലങ്ങൾ വളരെ വലുതാണ്. അൽഹംദുലില്ലാ ഈ ഉള്ളാളവും പരിസരങ്ങളുമൊക്കെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായ നേതൃത്വം നൽകാൻ ഇന്ന് ലഭിക്കാവുന്നവരിൽ ഏറ്റവും അനുയോജ്യരും അർഹതയുമുള്ളവരായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളെ
ഖാദിയായി നിശ്ചയിക്കാൻ സാധിച്ചു എന്നത് വലിയൊരു ഭാഗ്യമായി ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ളവർ മനസ്സിലാക്കി എന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നമ്മൾ പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാം അംഗീകരിച്ച് വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ഇസ്ലാം ഉണ്ടാകണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ. നിങ്ങൾ ഇസ്ലാമിൽ പരിപൂർണമായി കടക്കണം എന്നാണ് ഖുർആൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. സംസാരത്തിലും അതേപോലെ തന്നെ ആചാരത്തിലും കർമ്മങ്ങളിലും നമ്മുടെ വിശ്വാസത്തിലും എല്ലാം ഇസ്ലാം നിറഞ്ഞു നിൽക്കണം. ഭാഗികമായി മാത്രം പോരാ. കേവലം പരിശുദ്ധ ഇസ്ലാമിൽ വുജൂബില്ല, സുന്നത്താണെന്ന് പറയാൻ വകുപ്പില്ല. അങ്ങനെയുള്ളൊരു കാര്യമാണ് ഒട്ടകത്തിൻ്റെ മാംസം കഴിക്കുക, പാല് കുടിക്കുക എന്നത്. അനുവദനീയമാണ്. പക്ഷേ അത് വേറൊരു മതത്തിൻ്റെ ആചാരമായി, ജൂതമതത്തിൻ്റെ ആചാരമായി ഒട്ടകത്തിൻ്റെ പാല് കുടിക്കുന്നതും മാംസം കഴിക്കുന്നതും വർജ്യമായി ഒഴിവാക്കുക എന്ന ആചാരം ഇസ്ലാമിലേക്ക് പരിപൂർണ വിശ്വാസത്തോടുകൂടി കടന്നു വന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിന് ആ ഒട്ടകത്തിൻ്റെ പാല് കുടിക്കാനുള്ള താല്പര്യമില്ല, മാംസം കഴിക്കാനുള്ള താല്പര്യമില്ല. നേരത്തെയുള്ള മതത്തിൻ്റെ ഒരു ആചാരം അത് നിലനിൽക്കുന്നു എന്ന് വന്നപ്പോൾ നിർബന്ധമോ സുന്നത്തോ അല്ലെങ്കിൽ പോലും പരിശുദ്ധ ഖുർആൻ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ പരിപൂർണമായി പ്രവേശിക്കണം എന്ന് നിർദ്ദേശം നൽകി. അപ്പം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ആചാരങ്ങളും പൂർണ്ണമായും ഇസ്ലാമികമായിരിക്കണം. അത് ജീവിതത്തിൽ പകർത്തുന്ന സമയത്ത് നമ്മൾ മറ്റൊന്നിൻ്റെ ആചാരം പകർത്തേണ്ടവർ അല്ല, മറ്റൊന്നിൻ്റെ ആചാരം വെച്ചു പുലർത്തേണ്ടവരും അല്ല. എല്ലാ വിഷയത്തിലും ഇസ്ലാമിന് ആദാബുകൾ ഉണ്ട്. ആ ആദാബുകൾ പാലിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ആ ആദാബുകൾ പാലിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ഞാൻ സൂചിപ്പിക്കാറുണ്ട്. ഞാനിവിടെ ഇപ്പോൾ സ്റ്റേജിലിരിക്കുമ്പോൾ ഒരു സയ്യിദ് അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളെ പ്രസംഗം ഞാൻ കേൾക്കാറുണ്ട് പലപ്പോഴും, നിങ്ങൾ ഹക്ക് ഹക്കായി പറയണം എന്ന് അദ്ദേഹം എന്നെ ഉപദേശിച്ചു. കാരണം അത് പറയുന്നു എന്നതിലുള്ള സന്തോഷമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. നമുക്ക് അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും ഭയപ്പെടേണ്ടതില്ല. അള്ളാഹുവിനെ ഭയപ്പെടണം. അത് രഹസ്യത്തിലും പരസ്യത്തിലും ഭയപ്പെടണം. നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ് അള്ളാഹു തആല. നേരത്തെ ഇവിടെ ഒരാൾ പ്രസംഗിച്ചപ്പോൾ അത് മൊയ്ലാന്മാർക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ ചില മൊയ്ലാന്മാരുണ്ട്, മനസ്സിലാകാത്ത ചില മൊയ്ലാന്മാരുണ്ട്. അത് അദ്ദേഹം പറഞ്ഞതിൽ തെറ്റില്ല. കാരണം അങ്ങനത്തെ ചില മൊയ്ലാർ എന്നാണ് പേര്, പക്ഷേ ചെയ്യുന്നത് കടുത്ത ജാഹിലിൻ്റെ പ്രവർത്തനമാണ്. അതുപോലെ കടുത്ത ജാഹിലീങ്ങൾക്ക് വകം വെച്ചു കൊടുക്കുന്ന ആചാരങ്ങളും പ്രവർത്തനങ്ങളുമാണ്. അങ്ങനെയാകാൻ പാടില്ല. നമ്മൾ ഉലമാക്കളാകണം. കൂനു റബ്ബാനിയീന, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അങ്ങനെയാണല്ലോ, നിങ്ങൾ റബ്ബാനികൾ ആകണം. അതിൻ്റെ അർത്ഥം മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത് ഉലമാ ഫുഖഹാ, നിങ്ങൾ നല്ല സഹനമുള്ള കാര്യവിവരമുള്ള പണ്ഡിതന്മാരാകണം. ജനങ്ങൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞു കൊടുക്കുന്നവരാകണം. ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ ആത്മീയമായി വളർത്തിയെടുക്കുന്നവരാണ്. അതാണ് യുറബ്ബിന്നാസ ബിസിഗാരിൽ ഇൽമി ഖബ്ല കിബാരിഹി. വലിയ വലിയ കാര്യങ്ങൾക്ക് മുമ്പ് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു ആഖിർ സമാനിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചിലരുടെ ധാരണ
അമിതമായി ബഹുമാനിച്ചാൽ സുന്നിയാവുന്ന, അമിതമായി ബഹുമാനിച്ചാൽ സുന്നിയാവൂല, സുന്നത്തിയമായത്തുനിന്ന് പുറത്തു പോകുന്നല്ല. അള്ളാഹു വെച്ച വരമ്പിനപ്പുറം പോയാൽ ചിലപ്പോൾ ഇസ്ലാമിൻ്റെ പടി തന്നെ കടന്നു പോകും. അതുകൊണ്ട് ഏത് വിഷയത്തിലും നല്ല ശ്രദ്ധ ഉണ്ടാവുക എന്നത് വളരെ ആവശ്യമാണ്. നമ്മൾ എന്തെങ്കിലും പറയേണ്ടവർ അല്ല. പരിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും ആദരവുള്ളവർ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളാണ്. അവരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ മുർസലീങ്ങളാണ്. അവരിലും ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ 25 മുർസലീങ്ങളാണ്. അവരിലും ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ 5 ഉലുൽ അസ്മുകളായ മുർസലീങ്ങളാണ്. അതിൽ ഒരു മഹാനാണ് സയ്യിദുന റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. റൂഹുല്ലാഹി എന്ന് ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നതിൻ്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച റൂഹ് ആണ് ഈസാ നബി അലൈഹിസ്സലാം. അല്ലാതെ അള്ളാഹുവിൻ്റെ ഒരു അംശമാണെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമെന്ന് പുറത്താണ്. അള്ളാഹു അങ്ങനെ അംശയിക്കപ്പെടുന്നവൻ അല്ല, അത് തൗഹീദിനെതിരാണ്. അത് റൂഹുല്ലാഹി എന്ന് വിശേഷിപ്പിക്കുന്നത് ബഹുമാനാദരവായിട്ടാണ്. ഏതുപോലെ ബൈത്തുല്ലാഹി എന്ന് കഅബയെ സംബന്ധിച്ച് പറയും. അതിനർത്ഥം അള്ളാഹു താമസിക്കുന്ന വീട് എന്നല്ല, മറിച്ച് അതൊരു തശ്രീഫ്, ആദരവിൻ്റെ വാക്കാണ്. ഇതുപോലെ നമുക്ക് കാണാം റബ്ബാനിഗീന എന്ന് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്, ആദരവിൻ്റെ വാക്കാണ്. അതുപോലെ ധാരാളമുണ്ട്. അസൗമുലി എന്ന് പറഞ്ഞതും അങ്ങനെയാണ്. എല്ലാം അള്ളാഹുവിന് തന്നെയാണ്, ആദരവിന് വേണ്ടി പറഞ്ഞതാണ്. ഇതുപോലെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു വലിയ ബഹുമാനം നൽകിയ മഹാനാണ്. നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്നത് വസത, മധ്യ നിലവാരമാണ്. ഈസാ നബിയെ അധിക്ഷേപിച്ച് നിസ്സാരപ്പെടി സംസാരിക്കുന്ന ജൂതന്മാർ അവിശ്വാസികളാണ്, അക്രമികളാണ്. അതേസമയത്ത് ഈസാ നബി അലൈഹിസ്സലാമിനെ ദൈവമോ ദൈവാവതാരമോ ആയി അവതരിപ്പിക്കുന്നവരും അവരും അവിശ്വാസികളാണ്. ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം. ഖുർആൻ പറഞ്ഞു, അതേ അൽ മസീഹ് ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവാണെന്ന് വാദിച്ചവർ, അള്ളാഹുവാണെന്ന് പറഞ്ഞവർ, അവർ അവിശ്വാസികളായി പോയി. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞത് അങ്ങനെയല്ല. ഈസാ നബി അലൈഹി സ്വലാം അംഗീകരിക്കാത്ത ഒരാശയം ഈസാ നബിയുടെ പേരിൽ അവർ പറഞ്ഞു. എത്ര വലിയ വങ്കത്തമാണ്! അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അലി റളിയല്ലാഹു അൻഹു ദൈവമാണെന്ന് വാദിച്ച കക്ഷികളുണ്ടായിരുന്നു. അവരെ അലി റളിയല്ലാഹു അൻഹു ശക്തമായി എതിർക്കുകയും അവസാനം അവരെ തീപ്പൊള്ളിക്കുകയും ചെയ്തതായി ചരിത്രത്തിലുണ്ട്. പക്ഷെ അതുകൊണ്ട് അവർ നന്നായിട്ടില്ല. അവർ തീപ്പൊള്ളിക്കുന്ന സമയത്ത് പറഞ്ഞത് ലാ യുഅദ്ദിബു ബിന്നാരി ഇല്ലാ റബ്ബുന്നാർ, നരകം കൊണ്ട് അല്ലെങ്കിൽ തീ കൊണ്ട് ശിക്ഷിക്കുന്നവൻ അത് തീയിനെപ്പടച്ച റബ്ബാണെന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് റബ്ബ് എന്നായിരുന്നു ആ പിഴച്ചുപോയ കക്ഷികൾ പറഞ്ഞു. പിഴച്ചുപോയവരുടെ സ്വഭാവം അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്, അവരെന്തും പറയും, ഇന്നത് എന്നില്ല. ഈ അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു 2-3 ദിവസം മുമ്പ്. അതിൽ പറയുന്നത് ഹൂ അല്ലാ മടവൂര് എന്ന് പറഞ്ഞിട്ടാണ് പാട്ട്. അതേപോലെ തന്നെ മടവൂരാരാ? പടച്ചോനാ, ഞങ്ങളെ പടച്ചോൻ മടവൂരാ, ഇങ്ങനെ പറയുന്നതാണ് കേട്ടത്. ഒരാൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഖാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്നോ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിൻ്റെ പടിക്ക് പുറത്താണ്. എന്ന് മാത്രം അല്ല, ഇസ്ലാമിൻ്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ ഭാര്യ അവന് ഹലാലല്ല, അവൻ്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല, അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഇസ്ലാമെന്ന് പുറത്തു പോയാൽ പിന്നെ അവന് ഇസ്ലാമിൻ്റെ ഒരു സംഗതിയുമില്ല. ഇസ്ലാമിൻ്റെ മൈതാനിയിൽ അവനെ മറവ് ചെയ്യാൻ പറ്റൂല, ഇസ്ലാമിൻ്റെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പറ്റൂല. അതുപോലെ അവന് മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റില്ല. ഇസ്ലാമിൻ്റെ ഒരു സംഗതിയും പറ്റൂല ഇസ്ലാമെന്ന് പുറത്തുപോയ ഒരാളായി പോയാൽ. അതുകൊണ്ട് ഒരാളെ വിശ്വാസത്തിലും തകരാറ് സംഭവിക്കാൻ പാടില്ല. എന്തും പറയാം, എന്തും ചെയ്യാം എന്ന് വിചാരിക്കാൻ പാടില്ല. അല്ലാഹു തആല പറഞ്ഞു,
വഖാലൽ മസീഹു, ഈസാ നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞത്? യാ ബനി ഇസ്രായീൽ, ഓ ഇസ്രായേൽ സന്തതികളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. റബ്ബീ വ റബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ, എന്നെയും സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ, അവനാണ് അല്ലാഹ്, അവനെ നിങ്ങൾ ആരാധിക്കണം. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, വല്ലവരും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, അല്ലാഹുവിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു പങ്കുകാരനുണ്ടെന്നോ കൂറുകാരനുണ്ടെന്നോ വിശ്വസിച്ചാൽ, ഏതെങ്കിലും ഒരു പോയിന്റിൽ പടച്ചവന് തുല്യനുണ്ടെന്ന് വിശ്വസിച്ചാൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു നിശ്ചയം. അല്ലാഹുവിൻ്റെ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം അല്ലാഹു നിശ്ചയമായും ഹറാമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാ ലിൽസാലിമീന മിൻ അൻസാർ, ഈ ശിർക്ക് കൊണ്ട് ദുൽമ് ചെയ്യുന്ന, അള്ളാഹുവിന് തുല്യരായി ഏതെങ്കിലും ഒരു വ്യക്തി, അത് ഈസാ നബി അലൈഹി ഇസ്ലാം ആണെങ്കിലും, ഈസാ നബി ചില്ലറക്കാരനല്ല, മറിച്ച് മരിച്ച മയ്യത്തിനെ ഹയാത്താക്കുന്ന മുഅ്ജിസത്ത് കാണിച്ച പ്രവാചകനാണ്, റസൂലാണ് ഈസാ നബി അലൈഹിസ്സലാം. വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തി കാണിച്ചു കൊടുത്ത, മുഅ്ജിസത്ത് കാണിച്ച ആളാണ് ഈസാ നബി അലൈഹിസ്സലാം. അന്നീ അഖ്ലുഖു ലക്കും മിനത് തീനി കഹയ്യത്തി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്, കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി ഊതി പക്ഷിയായി പറപ്പിച്ച് കാണിച്ചു കൊടുത്ത നബിയാണ് ഈസാ നബി അലൈഹിസ്സലാം. ആ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ പേരിൽ അള്ളാഹുവിന് ഉള്ള എന്തെങ്കിലും ഒരു വിശേഷണം ഈസാ നബി അലൈഹിസ്സലാമിന് ആരെങ്കിലും ചാർത്തിയാൽ, ആരെങ്കിലും വിശേഷിപ്പിച്ചാൽ, സുബ്ഹാനല്ലാഹ്, അല്ലാഹ് പറയാണ് വമാ ലിൽസാലിമീന മിൻ അൻസാർ, ഏത് ശിർക്ക് ചെയ്യുന്നവരാണെങ്കിലും, ശിർക്ക് വിശ്വസിക്കുന്നവരാണ്, ശിർക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമാണല്ലോ, ശിർക്ക് ബഹുദൈവ വിശ്വാസമാണ്, ശിർക്ക് ഏകദൈവ വിശ്വാസമാണ് തൗഹീദ്. അങ്ങനെ ഒരുത്തൻ്റെ വിശ്വാസത്തിൽ ശിർക്ക് വന്നാൽ, ഒരു സഹായിയും അവനില്ല, ഒരു നബിയും സഹായിക്കൂല, ഒരു വലിയും സഹായിക്കൂല, ഒരു മലക്കും സഹായിക്കൂല. അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ഒരാളെ സഹായവും കിട്ടൂലല്ലോ, അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവില്ല. അതുകൊണ്ട് ആരും അതിര് കവിയാൻ പാടില്ല. സംസാരിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുമ്പോഴും അതുപോലെ ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ആരും അതിര് കവിയാൻ പാടില്ല. ഏത് അത്ഭുതം കണ്ടാലും അതേ പടച്ചവനാണ് എന്ന് പറയാനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല. വളരെ ശ്രദ്ധിക്കണം, ഈമാൻ ശ്രദ്ധിക്കണം. ഈമാനിന് കേടുവരാൻ പാടില്ല. ഒരു റസൂലാകാത്ത വ്യക്തി റസൂലാണെന്ന് പറയാൻ പറ്റില്ല, നബിയാണെന്ന് പറയാൻ പറ്റില്ല, പിന്നെയല്ലേ പടച്ചവനാണ് എന്ന് പറയൽ. സുഹൃത്തുക്കളെ, ഒരു വലിയനെ സംബന്ധിച്ച് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലാണെന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിം ആകുമോ? അതിനേക്കാൾ വലിയൊരു ഖുതുബുണ്ടോ? അതിനേക്കാൾ വലിയൊരു വലിയുണ്ടോ? അതിനേക്കാൾ വലിയൊരു മഹാൻ അമ്പിയാക്കൾ കഴിച്ചാൽ വേറെയുണ്ടോ? പക്ഷേ ഓരോരുത്തർക്കും അർഹമായ സ്ഥാനം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പുറവും ഇപ്പുറവും ആകാൻ പാടില്ല. അർഹമായത് വകവെച്ച് കൊടുക്കുകയും വേണം. ശേഷം റബ്ബ് പറഞ്ഞു, ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ മൂന്ന് ദൈവങ്ങളിൽ ഒരു ദൈവമാണ്. ഒന്ന് ഈസാ നബിയും, ഒന്ന് മറിയം ബീവിയും, ഒന്ന് അല്ലാഹും എന്ന് പറഞ്ഞവരും നിശ്ചയം അവിശ്വാസികളാണ്. വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹുൻ വാഹിദ്, ഏകനായ അല്ലാഹു അല്ലാതെ വേറെ ഒരു ദൈവവും ഇല്ല. വൈലം യന്തഹു അമ്മാ യഖൂലൂൻ, അവർ പറയുന്നതിൽ നിന്ന് അവർ മാറി നിൽക്കുന്നില്ലെങ്കിൽ അതേ അല്ലാഹു പറയാൻ യമസ്സന്നല്ലദീന കഫറൂ മിൻഹും അദാബുൻ അലീം, അവിശ്വസിച്ച കക്ഷികൾക്ക് കഠിനമായ ശിക്ഷ നിശ്ചയമായും സ്പർശിക്കുക തന്നെ ചെയ്യും. അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന, എന്തേ അവർ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി പടച്ചവനോട് മാപ്പ് പറയാത്തത്? വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു തആല ധാരാളം പുറത്തു കൊടുക്കുന്നവരും റഹ്മത്ത് ചെയ്യുന്നവരുമാണ്. ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന് അള്ളാഹുവാണ് ഈസാ നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞവരെയും, അതുപോലെ മൂന്ന് ദൈവങ്ങളിൽ ഒരുവനാണ് പടച്ചവൻ എന്ന് പറഞ്ഞവരെയും എല്ലാം വിമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്നിട്ട് റബ്ബ് പറയാണ്, മൽ മസീഹു ഇബ്നു മറിയം,
ഒരു മറിയമിൻ്റെ പുത്രനായ മസീഹ് ഈസാ നബി അലൈഹിസ്സലാം. ഒരുപാട് അമ്പിയാക്കളെ പേര് ഖുർആനിലുണ്ട്. അവിടെ ഒന്നും ആരാ മകനാണ് എന്ന് പറയുന്ന സ്വഭാവമില്ല. മൂസാ നബിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയാറുണ്ടോ? അതുപോലെ തന്നെ ആദം നബിയെ കുറിച്ച് പറയുമ്പോൾ പിന്നെ ബാപ്പ നേരത്തെ ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം. ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയാറുണ്ട്, ഇന്നാളെ മകൻ എന്ന് പറയാറുണ്ടോ? ഈസാ നബിയെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു തആല ഇബ്നു മറിയം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ദൈവപുത്രനാണെന്നൊരു കൂട്ടർ വാദിച്ചത് കൊണ്ടാണ് മറിയമിൻ്റെ പുത്രൻ എന്ന് അല്ലാഹു തആല ആവർത്തിച്ച് പറയുന്നു. മൽ മസീഹു ഇബ്നു മറിയമിൻ്റെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാം ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. ആ ഈസാ നബിയുടെ സ്ഥാനം വകവെച്ച് കൊടുത്തേ പറ്റൂ. ഇല്ലാ റസൂൽ, അവിടുന്ന് അല്ലാഹു പറഞ്ഞേറ്റ റസൂലാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, അതിനു മുമ്പും റുസലീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉമ്മുഹു സിദ്ദീഖ, ആ ഈസാ നബിയുടെ ഉമ്മ മറിയം റളിയല്ലാഹു അൻഹാ അവർ വാദിച്ചതുപോലെ 3 ദൈവങ്ങളിൽ ഒരു ദൈവമല്ല, സിദ്ദീഖ, അതൊരു വലിയ സത്യമതിയായ മഹതിയായ പെണ്ണാണ്, വലിയ മഹത്വമുള്ള സ്ത്രീയാണ്. അപ്പോൾ ഏതൊരാൾക്കും പറയുമ്പോൾ അവർക്ക് അർഹതപ്പെട്ടത് പറയണം, അർഹതപ്പെടാത്തത് പറയാൻ പാടില്ല. അത് നബിയായാലും റസൂലായാലും വലിയായാലും എല്ലാവർക്കും ഇതൊരുപോലെ ബാധകമാണ്. ഖുർആൻ പറയാണ് കാനായ കുലാനി തആം, ഈസാ നബി അലൈഹിസ്സലാമും ഉമ്മ മറിയം ബീവിയും ഭക്ഷണം കഴിക്കുന്നവരല്ലേ? അവർ ഭക്ഷണം കഴിക്കുന്നില്ലേ? പിന്നെ ഇങ്ങനെ പടച്ചോനാന്ന് തോന്നലുണ്ടാവോ? ഭക്ഷണം കഴിക്കുന്ന ആള് പടച്ചോനാവോ? കാനായ കുലാനി തആം, അവർ രണ്ടാളും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എങ്ങനെയാണ് നമ്മൾ തെളിവുകൾ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നത്. വീണ്ടും ചിന്തിച്ചു നോക്കൂ, അന്നായൂഫകൂൻ, എങ്ങനെ ഇവർ സത്യത്തിൽ നിന്ന് തിരിക്കപ്പെട്ടു പോകുന്നത്? എന്തേ ഇവർക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്? അള്ളാഹുവിനെ സംബന്ധിച്ചു അള്ളാഹുവിന് അർഹതപ്പെട്ട സ്ഥാനം അത് വകവെച്ച് കൊടുത്തേ പറ്റൂ. അള്ളാഹു മാത്രമാണ് ഖാലിഖ്, അള്ളാഹു മാത്രമാണ് പടച്ചവൻ, അള്ളാഹു മാത്രമാണ് സട്ടാവ്. വേറെ ഒരാൾക്കും ഇവിടെ എൻ്റെ ഈ കൈവിരൽ ഉയർത്തുന്നത് പോലും അള്ളാഹു സൃഷ്ടിച്ചിട്ടല്ലാതെ എന്നെ കൊണ്ട് സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഞാൻ അതുമായി ഇടപെടുമ്പോൾ അള്ളാഹു അത് സൃഷ്ടിച്ചു തരണം. അതാണ് സുന്നത്ത് ജമാഅത്ത്. ഖാലിഖുൽ അഫ്ആൽ, ഖാലിഖു കുല്ലി ശൈ, സർവ്വ സൃഷ്ടികളെയും സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാൻ. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്ന് ഞാൻ പറയാൻ കാരണം, പരിശുദ്ധ ഖുർആനിൽ നേരത്തെ ഞാൻ ഓതി അന്നീ അഖ്ലുഖു ലക്കും മിനത്തീനി എന്ന് ഓതി. അതിൻ്റെ നേരെ അർത്ഥം ഞാൻ കളിമണ്ണിനാൽ സൃഷ്ടിക്കും എന്നാണ്. അവിടെ ഉദ്ദേശം ആ സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിൽ അല്ല, ഞാനത് രൂപപ്പെടുത്തുമെന്ന അർത്ഥത്തിൽ പറഞ്ഞ ഒരു ഖൽഖ് എന്ന വാചകമാണ്. ഏതുപോലെ അഹ്സനുൽ ഖാലിഖീൻ എന്ന് ഖുർആനിലുണ്ട്, അതിനർത്ഥം അല്ലാത്ത കുറേ പടച്ചവന്മാരുണ്ട് എന്നല്ല. അത് മുസവ്വിരീൻ, അതേ രൂപപ്പെടുത്തുന്ന പലരുണ്ട് എന്നർത്ഥത്തിലാണ് അവിടെ ഖാലിഖ് എന്ന് പറഞ്ഞു. ഏതുപോലെ നിങ്ങൾക്ക് കാണാം ഇമാം റാസി റളിയല്ലാഹു അൻഹു ലാ ഖാലിഖ ഇല്ലല്ലാഹ്, ലാ മുദബ്ബിറ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ആവർത്തിച്ച് തഫ്സീർ റാസിയിൽ പറഞ്ഞ ഇമാം റാസി ചില വിഷയങ്ങളിൽ ചില തദ്ബീറുകൾ ഔലിയാക്കളുടെ അർവാഹുകൾക്കുണ്ടെന്ന് ഇമാം റാസി തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് നേരത്തെ പറഞ്ഞ ലാ മുദബ്ബിറ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിനെതിരല്ല, അത് രണ്ടും റാസിയിലുള്ളതാണ്. അതിനർത്ഥം യഥാർത്ഥ നിയന്ത്രണം അള്ളാഹുവിന് മാത്രമാണ്, യഥാർത്ഥ നിയന്ത്രണം അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിന് വിധേയമായി സ്റ്റേജ് നിയന്ത്രിക്കുന്നവർ ഉണ്ട്, വണ്ടി നിയന്ത്രിക്കുന്നവർ ഉണ്ട്, അതുപോലെ പലതും നിയന്ത്രിക്കുന്ന മലക്കുകൾ ഉണ്ട്, ഔലിയാക്കൾ ഉണ്ട്, സാലിഹീങ്ങൾ ഉണ്ട്. യഥാർത്ഥ നിയന്ത്രണം ലാ മുദബ്ബിറ ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ യഥാർത്ഥ നിയന്ത്രിക്കുന്നവൻ വേറെ ഇല്ല. അതാണ് യുദബ്ബിറുൽ അംർ എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത്. ആകയാൽ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന് അർഹതപ്പെട്ട സ്ഥാനം വകവെച്ച് കൊടുക്കാതെ ഒരിക്കലും ഒരാൾ മുസ്ലിമാവൂല. അള്ളാഹുവിന് അവകാശപ്പെട്ടത് അങ്ങനെ തന്നെ വകവെച്ച് കൊടുക്കണം. അതേ സമയത്ത് എത്ര വലിയ മഹാനാണെങ്കിലും ആ മഹാനെ അതിന് കവിഞ്ഞ് അതേ പറഞ്ഞിട്ട് ഒരു വലിയനെ സംബന്ധിച്ച് നബി എന്ന് പറയാൻ പറ്റില്ല, റസൂൽ എന്ന് പറയാൻ പറ്റില്ല, പിന്നെ പടച്ചവൻ എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് ഒരു മുസ്ലിം ചിന്തിക്കുക പോലും ഇല്ലല്ലോ. അതുകൊണ്ട് എന്തും പറയുകയും എന്തും സംസാരിക്കുകയും എന്തും ചെയ്യുകയും
ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ അതപ്പതിച്ചു പോകാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ അതാണ് ശേഷം വീണ്ടും പറയുന്നു, ഖുൽ അതഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യംലികു ലക്കും ദർറൻ വലാ നഫ്ആ. നിങ്ങൾ അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് ഒരു ഉപദ്രവമോ ഒരു ഉപകാരമോ ഉടമയാക്കാത്തവരെ ആരാധിക്കുകയോ. ഇവിടെ ഉടമസ്ഥാവകാശം അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. അതാണ് ലഹുൽ മുൽക്ക്, അധികാരം മുഴുവനും അല്ലാഹുവിനാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ അധികാരം ഇല്ലെന്നല്ല. അത് അല്ലാഹു കൊടുക്കുന്ന അധികാരം കൊടുക്കുന്ന സമയത്ത് കിട്ടും. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാഉ. അതേ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞൊരു ആശയമാണ്. അല്ലാഹു അപ്പോൾ കൊടുക്കുന്ന അധികാരം കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്നവർക്ക് ലഭിക്കും. അത് പല അധികാരങ്ങളും ഉണ്ട്. ആത്മീയമായ അധികാരങ്ങളുള്ളവരുണ്ട്, ഭൗതികമായ അധികാരങ്ങളുള്ളവരുണ്ട്. അതൊക്കെ അല്ലാഹു അപ്പോൾ കൊടുക്കുന്നതാണ്. അതേ സമയത്ത് ഒരു ഉപകാരവും ഉപദ്രവവും സ്വന്തമായി ഉടമയാക്കുന്ന ഒരു വ്യക്തിയും ഒരു സൃഷ്ടിയും ഇല്ല. അത് അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അതാണ് മാ ലാ യംലികു ലക്കും ദർറൻ വലാ നഫ്ആ. നിങ്ങൾക്ക് ഒരു ഉപകരവും ഉപദ്രവവും അല്ലാഹു അല്ലാതെ ഉടമയാക്കുന്നില്ല. അവൻ ഉദ്ദേശിക്കുന്നവർ മുഖേന അവൻ നടത്തും. അതിൽ മലക്കുകൾക്ക് പലതും അല്ലാഹു നൽകുന്നുണ്ട്, അതുപോലെ അമ്പിയാക്കൾക്ക് നൽകുന്നുണ്ട്, ഔലിയാക്കൾക്ക് നൽകുന്നുണ്ട്, ഭരണാധികാരികൾക്ക് നൽകുന്നുണ്ട്, പോലീസിന് നൽകുന്നുണ്ട്, കോടതിക്ക് നൽകുന്നുണ്ട്. അങ്ങനെ പലർക്കും പല അധികാരങ്ങളും നൽകുന്നുണ്ട്. അതൊക്കെ അല്ലാഹു അപ്പോൾ നൽകുന്ന അധികാരം മാത്രം. അല്ലാതെ ഒരുടമസ്ഥാവകാശവും അല്ലാഹുവിനല്ലാതെ ഒരു ചെറിയ വിരലനക്കാൻ പോലും ഒരു സൃഷ്ടിക്കും അല്ലാഹു അപ്പോൾ കഴിവ് കൊടുത്താലേ അല്ലാതെ ഇല്ല. അതാണ് ഖാലിഖു കുല്ലി ശൈഇ, മുഴുവൻ വിഷയങ്ങളും മുഴുവൻ വസ്തുക്കളും സൃഷ്ടിക്കുന്ന പടച്ചവൻ. വല്ലാഹു ഹുവസ് സമീഉൽ അലീം. അല്ലാഹു തആല എല്ലാം സ്വന്തമായി കേൾക്കുന്നവനാണ്, സ്വന്തമായി അറിയുന്നവനാണ്. നമ്മളൊന്നും സ്വന്തം കേൾക്കുന്നവരല്ല, അല്ലാഹു കേൾപ്പിച്ചിട്ട് കേൾക്കുന്നവരാണ്. സ്വന്തമായി അറിയുന്നവരല്ല, അല്ലാഹു അറിയിച്ചിട്ട് അറിയുന്നവരാണ്. ഖുൽ യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനിക്കും. ഓ കിതാബുകാരെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞ മൗലവിമാർ. ഏത് മൗലവിമാർ? ചിന്തിക്കാത്ത മൗലവിമാർ. അത് ഫഖീഹല്ല, ചില മൗലവിമാരുടെ പേരുണ്ടാവും. ലാ തഗ്ലൂ ഫീ ദീനിക്കും. നിങ്ങൾ നിങ്ങളുടെ ദീനിൽ ഒരിക്കലും അതിരി കവിഞ്ഞു പോകാൻ പാടില്ല. ഗൈറൽ ഹഖ്, ഹഖല്ലാതെ സത്യമല്ലാതെ. വലാ തതബിഉ അഹ്വാഅ ഖൗമിൻ ഖദ് ളല്ലു, പിഴച്ചുപോയ വിഭാഗത്തിന്റെ തടീച്ചയെ നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല. വഅളല്ലു മിൻ ഖബ്ലു വഅളല്ലു കസീറൻ, അവർ പലരെയും പിഴപ്പിച്ചവരുമാണ്. വളല്ലു അൻ സവാഇസ് സബീൽ, അവർ ശരിയായ മാർഗം സുന്നത്തി ജമാഅത്തിൽ പിഴച്ചുപോയവരാണ്. ഈ സുന്നത്തി ജമാഅത്തിൽ പിഴച്ചുപോയ വ്യാജ തരീഖത്തുകാരുടെയോ അല്ലെങ്കിൽ അതേ ഔലിയാക്കളെ സംബന്ധിച്ച് തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തുന്നവരെയോ അമ്പിയാക്കളെ സംബന്ധിച്ച് തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തുന്നവരെയോ ഒന്നും മുസ്ലിം സമുദായം പിന്തുടരാൻ പാടില്ല. മറിച്ച് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തുണ്ട്, ഔലിയാക്കൾക്ക് കറാമത്തുണ്ട്. അത് ഏത് കാലത്തുമുണ്ട്. ഏതെങ്കിലും പുത്തൻവാദികൾ പറയും പോലെ മരണപ്പെട്ട കറാമത്തില്ല, അങ്ങനെയും പറയാൻ പാടില്ല. കറാമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കറാമത്ത് നൽകുന്നുണ്ട്. മരിച്ചാൽ കറാമത്ത് വർദ്ധിക്കല്ലാതെ കുറയൂല, കറാമത്ത് വർദ്ധിക്കുകയാണ്. പക്ഷേ എല്ലാറ്റിനും എല്ലാ വിഷയത്തിലും ഓരോന്നിനും അർഹതപ്പെട്ട സ്ഥാനം ഓരോരുത്തർക്കും വകവെച്ചു കൊടുക്കണം. അതിൽ കവിഞ്ഞ് വകവെച്ചു കൊടുക്കുകയും ചെയ്യരുത്. ഞാൻ ഈ കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിലായി ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ഉള്ളാളവും പരിസരങ്ങളിലും ഒക്കെയുള്ള മുഅ്മിനീങ്ങൾക്കും ലോകത്ത് മുഴുവനുമുള്ള മുഅ്മിനീങ്ങൾക്കും ജീവിച്ച് മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീൻ ഹഖായ നിലക്ക് നടപ്പാക്കാൻ മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകൾക്കും ഉസ്താദ് അവർ കൂടെയുള്ളവർക്കും എല്ലാ ആലിമീങ്ങൾക്കും എല്ലാ സയ്യിദന്മാർക്കും എല്ലാ ഉമറാക്കൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ പലരും പെട്ടെന്ന് മരിച്ചുപോയി. ബഹുമാനപ്പെട്ട ഖുറാത്തങ്ങൾ പെട്ടെന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അവിടുത്തെ 40ൻ്റെ ദിവസവും കൂടിയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം നൽകുമാറാകട്ടെ. അതുപോലെ ജലാലുദ്ദീൻ തങ്ങൾ വളപട്ടണത്ത് ഒരു സഖാഫിയും കൂടിയാണ്. അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി, വളപട്ടണം ഖാദി. അല്ലാഹു അദ്ദേഹത്തിനും സ്വർഗം നൽകട്ടെ. അതുപോലെ പലരും ഇവിടെ ഉള്ളാളത്ത് വരുമ്പോൾ പലപ്പോഴും ഞാൻ പോവുകയും വീട്ടിൽ പോവുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അബ്ബാസ് ഹാജി, അദ്ദേഹം മരിച്ചുപോയി.
മരിച്ചുപോയി, കുഞ്ഞു ഹാജി മരിച്ചുപോയി, അങ്ങനെ പലരും മരിച്ചുപോയി. ഇന്നലെ മൂസ മുസ്ലിയാർ ഇന്നലെ അവിടെ കൂനൂരിനടുത്ത് പെട്ടെന്ന് മരിച്ചുപോയി. അങ്ങനെ എത്രയോ ആളുകൾ മരിച്ചുപോയി. അഫ്സറഫ് സഖാഫി കുറ്റ്യാടിയിൽ എൻ്റെ ശിഷ്യരും കൂടിയാണ്, പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹുവെ, മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഞങ്ങളെ ഉമ്മബാപ്പമാരടക്കം, ഉസ്താദുമാരടക്കം, ശിഷ്യന്മാരടക്കം, ഞങ്ങളെ സ്നേഹിച്ച് ആര് മരിച്ചുപോയവരുണ്ടോ എല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണം അല്ലാ. മഹാനായ താജുൽ ഉലമക്കും ഖുറത്തു സാദാത്ത് തങ്ങളവറുകൾക്കും, ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ സയ്യിദന്മാർക്കും, ആലിമീങ്ങൾക്കും, ഉസ്താദുമാർക്കും എല്ലാവർക്കും നീ അവരുടെ ഖബറിൽ ദർജ വർദ്ധിപ്പിക്കണം അല്ലാ. ഈ കർണാടകയിൽ മഹാനായ താജുൽ ഉലമയുടെ ശിഷ്യന്മാരായി നേതൃത്വം നൽകിയിരുന്ന നമ്മുടെ താജുൽ ഫുഖഹ, അതേപോലെ തന്നെ മഞ്ഞനാടി അബ്ബാസ് മുസ്ലിയാർ, അതുപോലെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ താജുൽ ശരീഅ, അതുപോലെ പൊസോട്ട് തങ്ങൾ, അങ്ങനെ തുടങ്ങി അഹമ്മദ് ബാബ ഉസ്താദ്, അങ്ങനെ തുടങ്ങി പലരും പിരിഞ്ഞു പോയവരുണ്ട്. അല്ലാഹുവേ, എല്ലാ ആലിമീങ്ങൾക്കും ഉമറാക്കൾക്കും, അതുപോലെ ഇവിടെ നേരത്തെ ഞാൻ വളരെ കുട്ടിക്കാലം മുതലേ ഞാനിവിടെ വന്ന് പ്രസംഗിക്കാറുണ്ട്. ആ കാലത്തുണ്ടായിരുന്ന ഇബ്രാഹിം ഹാജി അടക്കമുള്ള പലരും മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണം അല്ലാ.